വന്ദേമാതരം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ പോലും പ്രചോദിപ്പിച്ചു എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. ഒരിക്കലും വന്ദേമാതരം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. പഞ്ചാബ് മുതൽ തമിഴ്നാട് വരെയും ബോംബെ പ്രസിഡൻസി വരെയും രാജ്യം മുഴുവൻ അത് പ്രതിധ്വനിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കും ഈ മുദ്രാവാക്യം പ്രചോദനമായി. ലണ്ടനിലായാലും പാരീസിലായാലും ജനീവയിലായാലും കാനഡയിലായാലും ഇന്ത്യക്കാർ വന്ദേമാതരം ഒരു ഏകീകരണ മന്ത്രമായി ചൊല്ലുന്നത് തുടർന്നുവെന്നും രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ദേശീയ ഗാനത്തിന്റെ അതേ രീതിയിൽ വന്ദേമാതരത്തെയും ആദരിക്കുന്നത് ബങ്കിം ബാബുവിനൊപ്പം ദേശീയ ഗാനത്തിനുള്ള തികഞ്ഞ ആദരാഞ്ജലിയായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയെ എതിർത്ത കോൺഗ്രസിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം കടന്നാക്രമിച്ചിരുന്നു. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ദേശീയ ഗാനം അംഗീകരിച്ചു. പാർലമെന്റിൽ അരമണിക്കൂർ ചർച്ച മാത്രമേ നടന്നുള്ളൂ. അത് അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലായിരുന്നതുകൊണ്ടാണോ? ഇല്ല. വിപുലമായ ഒരു ചർച്ച നടത്തിയിരുന്നു എങ്കിൽ അന്നത്തെ സർക്കാർ തുറന്നു കാട്ടപ്പെടുമായിരുന്നു. അതിനാലാണ് അത് മാറ്റിവെച്ചത്. വന്ദേമാതരം നമ്മുടെ ദേശീയ ഗാനമാകാൻ അവർ ആഗ്രഹിച്ചില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠത്തിന്റെ ഭാഗമാണ് ദേശീയ ഗീതമായി പ്രഖ്യാപിച്ച വന്ദേമാതരം. 1875 നവംബറിൽ അക്ഷയ നവമിയുടെ അവസരത്തിൽ എഴുതിയതാണ് ഈ ഗീതം എന്ന് കരുതുന്നതിനാലാണ് നവംബർ 7 ആഘോഷങ്ങൾ ആരംഭിച്ചത്. 1882 ബംഗാദർശൻ എന്ന മാസികയിൽ ആനന്ദമഠം നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചു എന്നാണ് ചരിത്രം. കമലാകാന്തൻ എന്ന തൂലികാനാമത്തിലും രചനകൾ നിർവഹിച്ചിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി 1894 അദ്ദേഹത്തിന്റെ 55-ാം വയസ്സിലാണ് അന്തരിച്ചത്. 2 വർഷത്തിന് ശേഷം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേമാതരം ആലപിച്ചത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ സമയത്ത് വന്ദേമാതരം പ്രതിരോധത്തിന്റെ ഗാനമായി അലയടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇതിന് വിലക്കേർപ്പെടുത്തി. വന്ദേമാതരം ദേശീയ ഗീതമോ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ജീവരക്തമോ മാത്രമല്ല, ദേശീയതയുടെ ആദ്യ പ്രഖ്യാപനമായിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. വന്ദേമാതരത്തിൽ നിന്ന് ഹിന്ദു ദൈവങ്ങളുടെ പേരുകൾ പരാമർശിക്കുന്ന വരികൾ ഒഴിവാക്കി എന്നാണ് BJP ആരോപിക്കുന്നത്. ദുർഗ, കമല, സരസ്വതി എന്നീ ദേവികളുടെ വരികൾ ഒഴിവാക്കിയത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. വന്ദേമാതരം ഓരോ ഇന്ത്യക്കാരനും വൈകാരികവും ദേശസ്നേഹവുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൽ ഏതെങ്കിലും പാർട്ടിക്ക് ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് കോൺഗ്രസിനാണ്. അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെയും പാർട്ടിയുടെയും കൂട്ടായ പരിശ്രമവും തീരുമാനവുമാണ് എന്ന് MP JB മേത്തർ പറയുന്നു. എത്ര ശ്രമിച്ചാലും നെഹ്റുവിന്റെ സംഭാവനകൾക്കുമേൽ കരിവാരിത്തേക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയിയും പറഞ്ഞു. ഇന്നും രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ ചർച്ചകൾ തുടരും. ന്യൂസ് ഡെസ്ക് കർമാനസ്.